എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ് ടാരറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 3 of Pentacles സ്ട്രെങ്ത് കാർഡ്, നെക്സ്റ്റ് വന്നിട്ട് 6 of Swords, High Priestess, 3 of Swords, 7 of Swords. നെക്സ്റ്റ് വന്നിട്ട് 3 of Pentacles ആൻഡ് 3 of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ പ്രണയ നൈരാശ്യം കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തി നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ, അത് ചിലപ്പോൾ നിങ്ങളെ ചതിച്ചിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. മറ്റ് ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പോലും അങ്ങനത്തെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇത് എല്ലാവരുടെയും കാര്യം അല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട് നിങ്ങളുടെ സ്പൗസ്, ഹസ്ബൻഡോ വൈഫോ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം ഈ ഒരു മാസം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലും നിങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും അത് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ വ്യക്തി തന്നെ പോവുകയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോലിയിലായിരിക്കാം. പ്രൊഫഷണൽ കാര്യങ്ങളിൽ അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒത്തിരി ഉയരത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് പറ്റുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടും ഉയർച്ച ഉണ്ടാകും. അതായത് നിങ്ങൾ ജോലിയിൽ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നിങ്ങൾ ജോലിയിൽ ഒത്തിരി ഫോക്കസ്, നിങ്ങൾ ബിസി ആയിരിക്കും, നിങ്ങൾക്ക് ഒന്നിനും സമയം ഉണ്ടാകും, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നിങ്ങൾ തിരക്കുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കൂടുതൽ പഠിക്കും. നിങ്ങൾ ജോലിയിൽ ചിലപ്പോൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നേരത്തെ. അപ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, പുതിയ കാര്യങ്ങൾ അറിയുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒത്തിരി അധികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അതായത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഫാമിലിയിലുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ, പുരുഷന്മാരും അങ്ങനെ തന്നെ ആകാം പലരും. അപ്പോൾ കൂടുതൽ അതായത് സ്ത്രീകളെന്ന് പറയാൻ കാര്യം കൂടുതൽ വീട്ടുകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഒത്തിരി സമയം ചിലവഴിക്കുന്നു. അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ ഓരോ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്നു, ചെയ്യുന്നു. ഭക്ഷണമായാലും വസ്ത്രമായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി ചെയ്യുന്ന ഒരു രീതി. അവർക്ക് വേണ്ടി ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം, എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി കെയർ എടുക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്വയം സ്നേഹിക്കാനും സ്വയം കെയർ എടുക്കാനും മറന്നു പോകുന്നൊരു സിറ്റുവേഷനിലാകാം. അപ്പോൾ അതിലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആഡംബരങ്ങളിൽ, അല്ലെങ്കിൽ അതായത് വലിയൊരു രീതിയിൽ ആഡംബരം എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് പിശുക്കരായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ചിലവാക്കാൻ തുടങ്ങുന്നു ഇഷ്ടമുള്ള കാര്യങ്ങളിൽ. ചെറിയ രീതിയിലുള്ള ആഡംബരങ്ങളിലൊക്കെ നിങ്ങൾ വേണ്ടിയിട്ടൊക്കെ പണം ചിലവാക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ
എന്താ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ചത്, ആ കാര്യങ്ങളിൽ പലതും മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി വലിയ സന്തോഷം നൽകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം നല്ലതുപോലെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് പല നെഗറ്റിവിറ്റീസും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ദൈവാനുഗ്രഹം ഉള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരികയാണ്. കാരണം ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആക്സിഡൻറ്റ് സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അപ്പോൾ വളരെ അടുത്തെത്തി നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു ഫീലിലേക്ക് വരുന്ന ആ ഒരു ഫീലിംഗ് ഇപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഇതിലേക്ക് ആ ഒരു സാഹചര്യമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പൊതുവേ ഒരു മാസത്തിൽ നിങ്ങൾ കുറച്ച് ആത്മീയ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ അതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിറവേറ്റി പോകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതൊത്തിരി മെഡിറ്റേഷനിലേക്ക് ചില ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർ അതൊരു കോഴ്സ് എടുത്ത് പഠിച്ച് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് കൂടുതൽ. അതായത് പ്രോപ്പറായിട്ട് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി പഠിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രായമായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കുറച്ച് ആത്മീയത കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെ ആശ്രമങ്ങളോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിത്യസന്ദർശകരാവാം. ചിലപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവരെ റിട്ടയർ ആയിട്ടുള്ളവർ, അധികം പ്രായമായിട്ടുള്ളവർ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും താമസിക്കാനോ ഒക്കെ സാധ്യതയുള്ള അങ്ങനെ എന്തെങ്കിലും ധ്യാനമോ കാര്യങ്ങളോ അതുപോലെ ഇടങ്ങളിലേക്ക് താമസിക്കാൻ വരെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ അങ്ങനെയുള്ള കാര്യത്തിലേക്ക്. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് 7 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ വീണ്ടും എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ ആരോ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തോ ഒന്ന് കട്ടെടുക്കാൻ ശ്രമിക്കുന്നൊരു സാഹചര്യമാണെന്ന് പറയാം. പക്ഷേ ആ ഒരു വ്യക്തി അത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് അവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഒരു കേടുപാടുമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളൊരു സാഹചര്യം. അത് ഒരു ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിൽ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നടക്കുന്നവർ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് താഴെ ഇറക്കി വെച്ചൊന്ന് സ്വസ്ഥമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു മാസമാണ് എല്ലാ അർത്ഥത്തിലും. ഓവറായിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലെ ജോലിയാണെങ്കിലും ഓടിയെടുത്ത് പണിയെടുത്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ നേരമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഫൈനലി ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച ലെവലിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. നിങ്ങൾ ആഗ്രഹിച്ച് കുറേ അധികം നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹത്തിൻ്റെ സബലീകരണമാണ് ഈ ഒരു സമയം എന്ന് പറയാം. 6 ഓഫ് സോർട്സ് ആൻഡ് 3 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ അല്ലെങ്കിൽ താഴേക്കിടയിൽ നിന്ന് വലിയ ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊത്തിരി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഏത് കാര്യത്തിൽ ആണോ ഒന്ന് താഴെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ചില കാര്യങ്ങൾ ചില ആളുകൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ പുറകോട്ടേക്കാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറുന്ന ഇതിനുള്ളൊരു സാഹചര്യവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളിൽ നിന്ന് പല ഉത്തരവാദിത്തങ്ങളും അതിൽ നിന്നൊക്കെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആരുടെയാണോ അവരെ തിരിച്ചേൽപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അതൊക്കെ തീരുമാനമാകുന്നു.
അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അധികം യാത്രയൊന്നും ചെയ്യുന്നൊരു സമയമല്ല. കൂടുതൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്ഥലം ഇഷ്ടപ്പെട്ട് അവിടെയൊക്കെ ആസ്വദിച്ച് നിങ്ങളുടെ വീട് ചുറ്റുപാടുമൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നൊരു സമയമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.